പിണറായി വിജയൻ കൊല്ലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നാടകീയ രംഗങ്ങൾ. SDPI പിന്തുണ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മുഖ്യമന്ത്രി മടങ്ങിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. മാധ്യമങ്ങൾക്ക് മാത്രമേ ചോദ്യം ചോദിക്കാൻ അവസരം നൽകുകയുള്ളൂ എന്ന മാധ്യമപ്രവർത്തകരുടെ പ്രതികരണത്തിന് മുഖ്യമന്ത്രി പ്രകോപിതനായി. ഈ കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള ആശങ്കയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ പാർട്ടി ജയിക്കുന്ന കാര്യം ഇത് തന്നെ. ആദ്യ അവസരം കൈരളി ചാനൽ റിപ്പോർട്ടിന് മുഖ്യമന്ത്രിയുടെ സുദീർഘമായ മറുപടി. വളരെ സന്തോഷം. അത് ഇപ്പോഴെങ്കിലും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ ആദ്യ ഉത്തരത്തിന് പിന്നാലെ മറ്റു മാധ്യമപ്രവർത്തകർ SDPIയുടെ പിന്തുണയെക്കുറിച്ചുള്ള ചോദ്യം ചോദിച്ചു. പക്ഷേ കൃത്യമായി ചോദ്യം കേട്ടില്ല എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി ആ ചോദ്യത്തെ അവഗണിച്ചു. ഞാനൊന്നും കേട്ടില്ല, പുല്ല് ചെവി അടിച്ചു പോയാന്തോ. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ പുറകോട്ടെ പോകൂ. ഇതിന് പിന്നാലെ ദേശാഭിമാനിയുടെ രേഖകൻ കൃത്യമായിട്ടുള്ള സർക്കാരിന് അനുകൂല ചോദ്യം ചോദിച്ചു. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. എന്റെ ഈശ്വര, ഇങ്ങനെയുണ്ടോ മനുഷ്യ? അത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. മൂന്നാമതും SDPI ബന്ധത്തെക്കുറിച്ച് മറ്റു മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചു. പതിവുപോലെ മുഖ്യമന്ത്രി മൗനം തുറന്നു. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. എന്താ ഒന്നും മിണ്ടാത്ത? അവനിനി മിണ്ടൂല. സമയത്ത് കവചമൊരുക്കി കൈരളി ചാനൽ റിപ്പോർട്ടർ ചോദ്യം ചോദിച്ചു. അതിന് കൃത്യമായ മറുപടി അദ്ദേഹം നൽകുകയും ചെയ്തു. ഇയാൾക്ക് പിരാന്താണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് ഇനി എന്താണ് വേണ്ടത്? ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി മൈക്ക് ഓഫ് ചെയ്തു. വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് അദ്ദേഹം മടങ്ങി. ആ സമയത്ത് കേരളം ഭരിക്കുന്ന CM ഇങ്ങനെ ഒരു കോമാളിയാവരുത്. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചത്. ദേശാഭിമാനിക്കും കയ്യിലേക്ക് മാത്രം മറുപടി നൽകാനാണെങ്കിൽ എന്തിന് വാർത്താ സമ്മേളനം എന്നതായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. വിജയ വെറുതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കുന്നു. മുഖ്യമന്ത്രി തൊട്ടു പിന്നാലെ കസേരയിലേക്ക് മടങ്ങിയെത്തി. അതിനുശേഷം മാധ്യമപ്രവർത്തകരോട് തട്ടിക്കേറി. അല്ല തന്നെ നാട്ടുകാർ പ്രാകുന്നത് എന്തിനാടോ ഈ വയസ്സുകാലത്ത് കണ്ടവന്റെ ഒക്കെ ശാപം വാങ്ങി തലയെ കെട്ടി വെക്കുന്നത്? ചോദ്യം ചോദിക്കണം. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ. ഇവിടെ ചിലർക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശമാണ് ഇപ്പൊ പ്രകടമായത്. പട മേടിച്ച് പന്തളത്തി എന്നപ്പോ പന്തം കൊളത്തി പടയല്ല പെടയാണ്. നല്ല പെടയാണെന്ന് എനിക്ക് വെച്ചേരുന്നത്. ഇത് ഏതെങ്കിലും വാർത്താ സമ്മേളനത്തിൽ കാണുന്ന കാര്യമാണോ? നിങ്ങൾ എല്ലാവരും ചോദിച്ചു. നിങ്ങൾ ഏത് മാധ്യമപ്രവർത്തകരാണ് ഞാൻ ചോദിച്ചില്ല. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. നിങ്ങളെ ചിലരുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചാലേ ഉത്തരം പറയാൻ പറ്റൂ. ഓ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഞാൻ ചെയ്തത് മോശമായെന്ന് നിനക്കെങ്കിലും തോന്നില്ലേ? ഏയ്, ഒരിക്കലുമില്ല. ഇതിനൊക്കെ ഞങ്ങളുടെ നാട്ടിലൊരു പേര് പറയും, തന്തയില്ലായിക എന്ന്. എല്ലാവർക്കും ചോദ്യം ചോദിക്കാനുള്ള വാർത്താ സമ്മേളനത്തിൽ അവസരം കിട്ടിയെന്ന് വരൂ. ചോദ്യം ചോദിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ച സമയങ്ങളിലെല്ലാം തന്നെ SDPI ബന്ധത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചതാണ്. ചോദിച്ച ചോദ്യങ്ങൾ മനസ്സിലല്ല കൃത്യമായി മുഖ്യമന്ത്രി കേൾക്കുകയും ചെയ്തു. എന്നാൽ അതിന് മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. എന്തൊരു തൊലിക്കട്ടി! അത് തനിക്ക് എപ്പോഴാണ് മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.